ട്രേഡേഴ്സ് ഞാനൊരു ട്രേഡിൽ എൻട്രി എടുത്തിട്ടുണ്ട്. 52,900 പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്തത്. 90 ക്വാണ്ടിറ്റി. നമ്മുടെ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ ഒന്ന് പ്ലേസ് ചെയ്യാം. ഇപ്പോൾ ചെറിയൊരു ലോസ് റൺ ചെയ്യുന്നുണ്ട്. ലോസ് എന്ന് പറയാൻ പറ്റില്ല, നമ്മളുടെ കോസ്റ്റിൽ തന്നെ ഈ ഹൊറിസോണ്ടൽ ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്, ഈ ഒരു ബ്ലൂ ഹൊറിസോണ്ടൽ ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നമ്മളുടെ എൻട്രി പോയിൻറ്റ്. അവിടുന്ന് ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും ഒരു 25 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസുമാണ് വയ്ക്കുന്നത്. ഇതാണ് നമ്മളുടെ എൻട്രി പോയിൻറ്റ്. ഏകദേശം ഇന്നത്തെ ലോയ്ക്ക് മുന്നേ നമ്മളുടെ ടാർഗറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങണം. മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുമായിരുന്നു. അവിടെ പോയിട്ടാണ് നമ്മളിപ്പോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡിനൊപ്പമാണ്. പക്ഷേ എനിക്ക് കണ്ടിന്യൂസ്ലി ഇനി ഒരു ഫോളോ വരുമെന്ന് തോന്നുന്നില്ല. മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റം ചെയ്യാനാണ് ഇപ്പോഴല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ചാൻസ്. പക്ഷേ ചെറിയൊരു ഫോളും കൂടെ വന്ന് കുറച്ച് സെല്ലേഴ്സിനെ കൂടെ അല്ലെങ്കിൽ ട്രാപ്പ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ഒരു കൺവിക്ഷൻ്റെ പുറത്താണ് ഞാൻ ഈ ഒരു ട്രേഡ് എടുത്ത്. പ്രോപ്പർ കൺവിക്ഷൻ മാത്രമല്ല, പ്രോപ്പർ സെറ്റപ്പിൻ്റെ മേലിലാണ് ട്രേഡ് എടുത്തിരിക്കുന്നത്. ട്രേഡ് അവസാനിച്ചതിന് ശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എന്തുകൊണ്ടാണ് ട്രേഡ് എടുക്കാനുള്ള റീസണും കാര്യങ്ങളൊന്നും. ഇപ്പോൾ നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഏതായാലും ഇൻറ്റക്റ്റാണ്. 50 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും 25 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസുമാണ്. ഇപ്പോൾ ചെറുതായിട്ട് കോസ്റ്റിൽ തന്നെ മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെറിയൊരു 500 റുപ്പീസ് 200 റുപ്പീസിൻ്റെ ലോസാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഏതായാലും റിസ്ക് എടുക്കണ്ട, നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. 52,900 പുട്ട് ഓപ്ഷനാണ്. 90 ക്വാണ്ടിറ്റിയാണ് നമ്മൾ ബൈ ചെയ്ത്. ആവറേജ് ബൈയിങ് പ്രൈസ് ആയിട്ട് നമുക്ക് 764.98 ആണ് കിട്ടിയിരിക്കുന്നത്. സോ 25 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ 764.98 740 ട്രിഗർ വന്നിട്ട് ₹1 കൂട്ടിയിട്ട് 741 കൊടുക്കുക. ഇപ്പോൾ ഒരു ഗ്രീനിലേക്കായി വരുന്നുണ്ട്. ഇന്നത്തെ ഒരു ലോയ്ക്ക് മുന്നേ നമ്മളുടെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യണം എന്നാണ് പ്ലാൻ. സോ ഇപ്പോൾ ഏതായാലും കുഴപ്പമില്ല. ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട് മാർക്കറ്റിൽ. എനിക്ക് ഫ്രൈഡേ വീഡിയോ ഇടാൻ പറ്റിയില്ല. ഞാൻ ഇച്ചിരി ബിസി ആയിരുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ലായിരുന്നു. സോ ഇനിയിപ്പോൾ ഇന്ന് തൊട്ട് ഇപ്പോൾ കണ്ടിന്യൂസ്ലി വീഡിയോ ഇടാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. എനിവേയ്സ്, ഇപ്പോൾ ഒരു ചെറിയൊരു 2,000 റുപ്പീസിൻ്റെ അടുപ്പിച്ച് പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. നമ്മൾ ഓവറോൾ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് വൈസ് ആണെങ്കിൽ ഒരു 4,500 ആണ് നമ്മളൊരു ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ടാർഗറ്റ് റേഞ്ച് എന്ന് പറയുന്നത്. പ്ലേസ് ചെയ്തിരുന്ന 1,600 1,700 അടുപ്പിച്ച് ഇപ്പോൾ പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഒന്നും കൂടെ നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ ഒന്ന് പ്ലോട്ട് ചെയ്തേക്കാം. പ്ലേസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്കും കൂടെ ഒന്ന് മനസ്സിലാവാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത് പ്ലോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എളുപ്പമായിരിക്കും കാണാനും അത് മനസ്സിലാക്കാനും വേണ്ടിയിട്ട്. ഒരു 50 പോയിൻറ്റ്സിൻ്റെ നമ്മളെപ്പോഴും നമ്മളുടെ അടുത്ത് പുതിയതായിട്ട് ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ടാർഗറ്റ് വയ്ക്കുന്ന ഒരു 50 പോയിൻറ്റ്സിൻ്റെയും ഒരു 25 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസുമാണ് നമ്മൾ എപ്പോഴും ഈ ഒരു ട്രേഡിൽ എൻട്രി എടുത്താൽ വയ്ക്കാറുള്ളത്. അപ്പോൾ വീണ്ടും ഒരു 2,000 അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിച്ചുകൊണ്ടിരുന്നായിരുന്നു. അഗെയിൻ മാർക്കറ്റ് ഇപ്പോൾ ഒരു 1,000 അടുപ്പിച്ച് നല്ലൊരു റിജക്ഷൻ ക്യാൻഡിലാണ്, നല്ലൊരു ഗ്രീൻ ക്യാൻഡിലായിരുന്നു ഫോം ആയിക്കൊണ്ടിരുന്നത്. അതിപ്പോൾ വീണ്ടും അതൊരു റിജക്ഷൻ ക്യാൻഡിലായിട്ട് മാറുന്നുണ്ട്. നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത്. മാർക്കറ്റിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ്, നമ്മൾ വെരി ക്ലോസ് ടു നമ്മുടെ ഒരു ടാർഗറ്റ് എത്തുന്നുണ്ട്. ഒരു 3,000 4,000 നമുക്ക് നമ്മളുടെ ടാർഗറ്റിന് സ്റ്റോപ്പ് ലോസിന് എഡിറ്റ് ചെയ്ത് ടാർഗറ്റിലേക്ക് ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. 814 ആണ് നമ്മളുടെ ടാർഗറ്റ്. നമ്മളുടെ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടാണ് മാർക്കറ്റ് അവിടെ നിന്ന് റിജക്ഷൻ കാണിക്കുന്നത്. സോ 814 ആണ് നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഒരു 4,500 ആണ് ഒരു ടാർഗറ്റ് നമ്മൾ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ടാർഗറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്രയും അടുത്ത് വന്നിട്ട് താഴത്തോട്ട് വരുവാണെങ്കിൽ ഇനി നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നതിൽ അർത്ഥമില്ല. നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് കോസ്റ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ട്രേഡിൽ നമുക്ക് ലോസ് ഉണ്ടായിരിക്കുന്നില്ല. നമ്മുടെ ലോസ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. നമ്മുടെ കോസ്റ്റിൽ തന്നെ നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കോസ്റ്റിൽ ഇവിടുന്ന് ഇറങ്ങുന്നതായിരിക്കും. ഒരു 4,500 ആണ് ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടാണ് മാർക്കറ്റ് അവിടുന്ന് റിവേഴ്സ് ആവുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ട്രേഡുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കണേ. ജസ്റ്റ് 4,200 4,000 നമ്മളുടെ ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. 4,400 ഒരു ടാർഗറ്റ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ട്രേഡിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ട്രേഡ് എടുക്കാനുള്ള ലോജിക്കും കൂടെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, സ്പോട്ടിൻ്റെ ചാർട്ടാണ്.
സ്പോട്ടിൻ്റെ ചാർട്ടിലാണ് നമ്മളുടെ ട്രേഡിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്പോട്ടിൻ്റെ ചാർട്ട് നോക്കിയിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. പ്രീമിയത്തിൻ്റെ ചാർട്ടിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു ബേസിക്കായ കാര്യങ്ങളാണ്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരു ഫോളിംഗ് മാർക്കറ്റായിരുന്നു, മാർക്കറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു ഫോളിംഗ് മാർക്കറ്റായിരുന്നു. റൈറ്റ് ബ്രഷ്. നമ്മൾ ഇന്ന് ഈ ഒരു ഏരിയ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയപ്പോൾ ട്രേഡ് എടുക്കണ്ടായിരുന്നു. പക്ഷേ ഞാൻ സിസ്റ്ററിൻ്റെ ഫ്രണ്ടിൽ അവൈലബിൾ അല്ലാഞ്ഞുകൊണ്ട് ഞാൻ ട്രേഡ് എടുത്തില്ല. അത് കഴിഞ്ഞ് ഞാൻ വരുമ്പോഴത്തേക്കും മാർക്കറ്റ് ഒരു റിട്രേസ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ആ ഒരു പോർഷനിൽ തന്നെ മാർക്കറ്റ് വന്നപ്പോൾ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തു. സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു സ്റ്റോപ്പ് ലോസും സാധാ വയ്ക്കുന്ന പോലത്തെ തന്നെ ഒരു ടാർഗറ്റുമാണ് വെച്ച് ഇന്നത്തെ ഒരു ഓവറോൾ ഒരു 4000+ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. താങ്ക് യു, ബൈ.